മലയാള സാഹിത്യത്തിൽ തന്നെ ഒരു വിസ്മയമായി മാറിയിരിക്കുന്ന ഒരു പുസ്തകമാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ. ബാബു എബ്രഹാം എന്ന കന്നി എഴുത്തുകാരൻ്റെ പുസ്തകമാണിത്. അദ്ദേഹത്തിൻ്റെ ആദ്യ രചന ഓർമ്മക്കുറിപ്പുകളാണ്. ആദ്യ പുസ്തകമായിട്ടും ബാബു എബ്രഹാമിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വാസ്തവത്തിൽ മലയാള സാഹിത്യ ചരിത്രത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുന്ന സൂചനകളാണുള്ളത്. ഒരു വർഷത്തിനകം തന്നെ ഏതാണ്ട് 50ഓളം കോപ്പികൾ. എന്താണ് ഈ അത്ഭുതകരമായ ഈ പുസ്തകത്തിൻ്റെ കഥ? ഇത് മലയാള സാഹിത്യത്തിലും മലയാളത്തിലെ ഓർമ്മക്കുറിപ്പുകളുടെ അല്ലെങ്കിൽ ആത്മകഥകളുടെ ചരിത്രത്തിലുമൊക്കെ വലിയ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒക്കെ ഒരുപാട് കഥകളും ആഖ്യായികളും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും എന്ന് പറയുന്ന പുസ്തകം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ഒരു കാലഘട്ടത്തിലെ ഏറ്റവും നീറുന്ന ഓർമ്മകളുടെ ഒരു സമാഹാരമാണ്. പക്ഷേ ബാബു എബ്രഹാം എന്ന ഇടുക്കിക്കാരൻ്റെ കഥയുടെ പ്രത്യേകത, കേരളം അതിൻ്റെ അതിദാരിദ്ര്യത്തിൽ നിന്നും കൊടും പട്ടിണിയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചിതമായി എന്ന് കരുതപ്പെട്ട ഒരു കാലത്തിൽ ഇത്രയധികം ദുഃഖവും പട്ടിണിയും ദാരിദ്ര്യവും അപമാനവും സഹിച്ച ഒരു വ്യക്തിയുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അപരിചിതമാണ്, മലയാളികൾക്ക് പോലും അപരിചിതമാണ് ഈ ദുരിതകാലത്തിൻ്റെ കഥ. കേരളത്തിൽ ഈ സമീപകാലത്ത് 80കളിലെ ആണ് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൻ്റെ കഥയാണ് ബാബു എബ്രഹാം പറയുന്നത്. വളരെ പഴയതൊന്നുമല്ല. ഇടുക്കിയിലെ ഒരു അതിസാധാരണമായിട്ടുള്ള വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ബാബു എബ്രഹാം എത്ര ഭീകരമായിട്ടുള്ള, എത്ര തീവ്രമായിട്ടുള്ള ദുരിതങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. മലയാളത്തിൽ പഴയ കാലത്ത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ബുദ്ധിമുട്ടുകളും അതിനെതിരായിട്ടുള്ള പ്രതിരോധവും സമരങ്ങളുമൊക്കെ ജീവൽ സാഹിത്യ കാലഘട്ടത്തിൽ, പുരോഗമന സാഹിത്യ കാലഘട്ടത്തിൻ്റെ വലിയ ഗംഭീരമായ കാലത്തൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട നവോത്ഥാന കാലഘട്ടത്തിലും അതിനുശേഷം തകഴിയുടെയും ബഷീറിൻ്റെയും ഒക്കെ പ്രശസ്തമായ രചനകളിലൊക്കെ ഈ ദാരിദ്ര്യമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പഴയ കാലത്തിൻ്റെ 50കൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പിറവിക്ക് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പൊക്കെയുള്ള കാലഘട്ടത്തിലെ കഥകളാണ്. സമീപകാലത്ത് ഈ ദാരിദ്ര്യത്തിൻ്റെ കഥകളും ദുഃഖത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥകളൊന്നും വാസ്തവത്തിൽ അധികം ഉണ്ടാകാറില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ബാബു എബ്രഹാമിൻ്റെ ഈ രചന. ഇന്നും കേരളത്തിൽ ഇങ്ങനെ കണ്ണീര് കുടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതും കൂടെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ തെളിയുന്നു. വീണ്ടും അത് ഇത്രയധികം സമ്മതിയും ഇത്രയധികം പ്രചാരവും ഇത്രയധികം വിൽപ്പനയും നേടിയത് തന്നെ ഇന്നും അതിന് പ്രസക്തി ഉണ്ടെന്നും വായനക്കാർക്ക് അതിലൂടെ ആ പുസ്തകങ്ങൾ എത്രമാത്രം, അല്ലെങ്കിൽ ആ ഒരു ആഖ്യായിക എത്രമാത്രം പ്രധാനമാണെന്ന് തെളിയിക്കുന്നു എന്നുള്ളതും ഈ ബാബുവിൻ്റെ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അധസ്ഥിതമായിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്ന് ജീവിച്ചു, അതിൻ്റെ ദുരിതം പേറി, അതിൻ്റെ അവഹേളനങ്ങൾ, സമൂഹത്തിൻ്റെ അവഹേളനം, പുരോഹിത നേതൃത്വത്തിൽ നിന്നുള്ള അവഗണന, ബന്ധുക്കളിൽ നിന്ന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, ഇതെല്ലാം കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മ നന്ദികുന്നത്ത് മേരി എന്ന് പറയുന്ന അവരാണ് വാസ്തവത്തിൽ ഇതിൻ്റെ നായിക. ഈ ദുരിതങ്ങളുടെ ഇടയിലും ഈ കഷ്ടപ്പാടുകളുടെ ഇടയിലും തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ ജീവിതത്തിനോട് പടവെട്ടിയ കഥയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. അതോടൊപ്പം തന്നെ അത്യധ്വാനം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും തൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ടും എതിർത്തും ഒരുപാട് തവണ അദ്ദേഹം ഇടറി വീണിട്ടുണ്ട്. ഒരുപക്ഷെ മരണത്തിൻ്റെ വക്കിലേക്ക് പോലും എത്തിയിട്ടുണ്ട്. ആത്മഹത്യയുടെ മുനമ്പിൽ പോലും എത്തിയ ഒരു സന്ദർഭമുണ്ട്. അത് പ്രത്യേകിച്ച് വായിക്കാം. 4 കൊച്ചു കുഞ്ഞുങ്ങളുമായി തൻ്റെ 4 കൊച്ചു കുഞ്ഞുങ്ങളുമായി അമ്മ നന്ദികുന്നത്ത് മേരി ആത്മഹത്യ, കലാർകുട്ടി അണക്കെട്ടിൽ ചാടി മരിക്കാൻ പോകുന്നതാണ്. കാരണം അച്ഛൻ, മദ്യപാനിയായ അച്ഛൻ, യാതൊരു പ്രയോജനവും കുടുംബത്തിന് നൽകാത്ത അച്ഛൻ,
അവരെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം ജീവിക്കാൻ യാതൊരു വകയുമില്ലാതെ ഈ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന അമ്മ അവസാനം തീരുമാനിക്കുന്നത് ആത്മഹത്യ ചെയ്യാനാണ്. ആ ആത്മഹത്യയുടെ ആ സന്ദർഭം ബാബു വിവരിക്കുന്നുണ്ട്. അമ്മ ആ പാതിരാത്രിയിൽ ഞങ്ങളെ എവിടെ കൊണ്ടുപോകുകയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇഷ്ടമില്ലാത്ത ഏതോ ഒരു ദിക്കിലേക്കുള്ള ആ യാത്രയെപ്പറ്റി 10 വയസ്സുകാരി ചേച്ചിക്കറിയാമെന്ന് അവളുടെ തേങ്ങലുകൾ വിളിച്ചു പറഞ്ഞു. നമ്മൾ എവിടെ പോകുക അമ്മേ? ഉറക്കച്ചടവിൽ ഞാൻ ചോദിച്ചിട്ടും അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. ആകാശത്തലഞ്ഞ മഴമേഘങ്ങൾ പെയ്യാൻ വെമ്പി. തെള്ളിത്തോട് പള്ളിക്കകത്ത് പുരുഷന്മാരുടെ വശത്ത് അല്പം കുനിഞ്ഞു നിന്നിരുന്ന യൗസേ പിതാവ് ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ പള്ളി ഭിത്തികളെ ഭേദിച്ച് ഞങ്ങളിൽ നോട്ടമെത്തിക്കാൻ യൗസേ പിതാവ് മെനക്കെട്ട് കാണില്ല. ആ കുരിശടിയിലെ ഉരുണ്ട നേർച്ചപ്പെട്ടി ഞങ്ങളെ പരിഹാസത്തോടെ നോക്കി. ആരും വരാത്ത ആ വഴിയിൽ നിഴൽ ഭൂതങ്ങൾ കാറ്റിനൊപ്പം നൃത്തം ചെയ്തു. അകലെ നിന്ന മഴമേഘങ്ങൾ അരണ്ട നിലാവിൽ ഞങ്ങൾക്ക് ചുറ്റും ചിത്രം വരച്ചു. പള്ളിക്കൂടത്തിലെ അസംബ്ലിക്ക് എന്ന പോലെ നിരന്നു നിന്ന ഞങ്ങൾ 4 പേർക്കും മുമ്പിൽ ഒരു മുട്ട് നിലത്തുകുത്തി അമ്മ എന്തോ പറയാൻ തുടങ്ങി. 2 കൈകൊണ്ടും ഞങ്ങളെ 4 പേരെയും ഒന്ന് വാരിപ്പുണർന്ന് അമ്മ കരഞ്ഞു. എന്തൊക്കെയോ പറയാനുണ്ടായിട്ടും വാക്കുകൾക്ക് കുരുക്കു വീണു. അമ്മ അങ്ങനെ തന്നെ കുറേ നേരം തുടർന്നു. കൈകൊണ്ട് കണ്ണീർ തുടച്ചു. എന്നിട്ട് കൈകൾ രണ്ടും മുണ്ടിലുരുമ്മി. ഇനിയും പറയാതെ വയ്യ എന്ന മട്ടിൽ അമ്മ ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടു. തുടച്ചു നീക്കിയ കണ്ണീരിന് പുനഃപ്രവേശം വൈകിയില്ല. അമ്മ പറയുന്നത് അമ്മയുടെ പൊന്നുമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. വേദനയുടെ ആഴമാണോ ഭയം കീഴ്പ്പെടുത്താൻ നോക്കിയതിനാലാണോ എന്നറിയില്ല, അമ്മ പിന്നെയും പറയാൻ മടിച്ചു. അമ്മ പറയൂ, അമ്മ പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. പക്ഷേ എൻ്റെ പൊന്നമ്മച്ചി കരയരുത്. ജെസ്സി അമ്മയുടെ മുഖം അവളുടെ മുഖത്തേക്ക് ചേർത്ത് കരഞ്ഞു. ഞങ്ങളുടെ അമ്മ അവൾക്കെന്നും പൊന്നമ്മച്ചിയായിരുന്നു. നമുക്ക് ഈ ലോകത്താരുമില്ല മക്കളെ. അമ്മയ്ക്കിനി വയ്യ. എൻ്റെ മക്കളെ വളർത്താൻ അമ്മയ്ക്ക് വയ്യ. അതുകൊണ്ട് നമുക്ക് മരിക്കാം. എന്തോ വലിയൊരു കാര്യം അമ്മ പറയുന്നുവെന്ന് ഞാൻ കരുതിയുള്ളൂ. ജെസ്സിക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നത് കൊണ്ടോ പ്രായം 10 ആയതുകൊണ്ടോ അമ്മ പറയുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരണത്തെക്കുറിച്ച് രാത്രി വൈകിയുള്ള ഒരു യാത്ര പോകൽ പോലെയാണ് എനിക്കന്ന് തോന്നിയത്. നമ്മൾ ഇവിടുന്ന് കല്ലാർകുട്ടി ഡാം വരെ നടക്കും. അവിടെ ചെന്ന് പാലത്തിൽ നിന്ന് അമ്മ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. അമ്മ ചാടിക്കഴിയുമ്പോൾ മക്കൾ ഓരോരുത്തരായി ചാടിയാൽ മതി. അമ്മ അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ അവരുടെ ഉള്ളിലെ വേദനയുടെ ഒരു ചെറിയ അംശം മാത്രമേ പേറിയുള്ളൂ. പൊന്നമ്മച്ചി, എനിക്ക് വെള്ളത്തിലേക്ക് ചാടാൻ പേടിയാ, ജെസ്സി അമ്മയോട് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. അമ്മ മറുപടി പറഞ്ഞില്ല. ഡാമിലേക്ക് ചാടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പൊന്നമ്മച്ചി. ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഡാമിലേക്ക് ഇട്ടിട്ട് പൊന്നമ്മച്ചി ചാടിയാൽ മതി. ഒന്ന് നിർത്തിയിട്ട് ജെസ്സി പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും പേടിച്ച് ചാടാതിരുന്നാൽ അമ്മയില്ലാതെ ഞങ്ങൾ എന്താ ചെയ്യുക? ജെസ്സി തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ ഒന്നും മിണ്ടാതെ കുറേ നേരം കൂടി തള്ളിവിട്ടു. നനഞ്ഞ മുഖം കൊണ്ട് അമ്മ ഞങ്ങളെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് ഡാമിലേക്ക് മക്കളെ എടുത്തിടാനാവില്ല. അമ്മ ചാടിക്കഴിയുമ്പോൾ മക്കൾ ചാടിയാൽ മതി. ഇത്ര തീവ്രമായ അനുഭവം ഉള്ളുലയ്ക്കുന്ന ഭാഷയിൽ ബാബു എബ്രഹാം എഴുതുകയാണ്. പക്ഷേ ഒരു നിമിഷത്തിന് ഒരു ഒരു തിരിച്ചറിവ് കൊണ്ട് അമ്മ മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ ഉള്ള തീരുമാനം പിൻവലിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവർ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയും മക്കളും നടത്തുന്ന വിശ്വസിക്കാനാവാത്ത പോരാട്ടമാണ് ഈ കഥ. അനാഥാലയത്തിൽ പോകുന്നു, അനാഥാലയത്തിൽ മക്കളെ കൊണ്ടുപോകുന്നു, അനാഥാലയത്തിൽ ഈ കുട്ടികൾ നേരിടുന്ന അനുഭവങ്ങൾ അതിലും ഭീകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. ജീവിച്ചിരിക്കുന്നതാണോ മരിക്കുന്നതാണോ ഭേദം എന്നുപോലും അവരെ കൊണ്ട് ചിന്തിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. സമൂഹത്തിലെ എല്ലാ പ്രമാണിമാരും രാഷ്ട്രീയ രംഗത്തും മതത്തിൻ്റെ രംഗത്തും സാമ്പത്തികമായും ബന്ധുക്കളും എല്ലാം അവരെ പലതരത്തിൽ അവരെ അവഗണിക്കുകയോ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ഒക്കെയാണ് ചെയ്തത്. പക്ഷേ ഇതിനിടയിലും ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഈ കണ്ണീരിങ്ങനെ അലയടിച്ചു വരുന്ന ഒരു കഥയായിട്ട് പോലും ബാബു എബ്രഹാമിൻ്റെ പുസ്തകത്തിൻ്റെ ആ രചനാ വൈഭവത്തിൽ മാത്രമല്ല, അതിൽ ഉടനീളം ഓടി നിൽക്കുന്ന ഒരു നർമ്മമുണ്ട്. അത് ഈ പുസ്തകത്തെ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ദുഃഖത്തിൻ്റെയും ലോകത്ത് കനിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും കൈത്തിരികളായി വരുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ ഓരോരുത്തരെയായി നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഈ വലിയ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇടയിൽ ചെറിയ തുരുത്തായി മാറുന്ന ഈ സഹായം
എല്ലാം അവർക്ക് വലിയ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ ചെറിയ ആശ്വാസകിരണങ്ങളോടൊപ്പം ഇവർ നടത്തുന്ന യുദ്ധം, അവരുടെ ഇച്ഛാശക്തി, അവർ നടത്തുന്ന പോരാട്ടം, ഇതാണ് ഈ കഥ. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ പ്രത്യേകത, ഈ കഥയുടെ ഒരു സവിശേഷത, ആ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു അനുഭവ പാഠം കൂടെയാണ് ഈ ബാബു എബ്രഹാമിൻ്റെ പുസ്തകം. അദ്ദേഹം പുസ്തകമായി സ്കൂളിൽ പോകാനോ പുസ്തകം വാങ്ങിക്കാനോ അതിന് മറ്റുള്ള ബാഗ് അല്ലെങ്കിൽ പൊതിച്ചോറ്, ഉച്ചയ്ക്ക് പട്ടിണിയാണ് അദ്ദേഹം. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ച, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മറ്റോ ഒപ്പം പഠിക്കുന്ന ഒരു കൂട്ടുകാരി, സുബൈദ എന്ന കൂട്ടുകാരി, അവളുടെ പൊതിച്ചോറ് അവനെ കൈമാറുന്നു. അവർക്ക് വീടില്ലാതെ പോകുമ്പോൾ തൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ സഹായിക്കുന്ന ഒരു അയൽവക്കക്കാരൻ, ഇങ്ങനെ ഒട്ടേറെ പേർ. അതിനുശേഷം ഈ പുരോഹിതന്മാരിൽ തന്നെ ചില വളരെ വളരെ നന്മയുടെയും ദൈവത്തിൻ്റെ അവതാരങ്ങളായി മാറുന്ന ചില പുരോഹിതന്മാർ. അതിലൊരു അത്തനാസിയോസ് തിരുമേനിയെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. ഇതെല്ലാം ഈ യുദ്ധങ്ങളെല്ലാം ത്തിലൂടെ കടന്നുപോയ ബാബു എബ്രഹാം അവസാനം ജീവിതത്തിൽ വിജയം നേടുന്നുണ്ട് എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഠിക്കാനോ എഴുതാനോ ഒരു നേരത്തെ ഭക്ഷണത്തിനോ വകയില്ലാത്ത ബാബു തൻ്റെ പോരാട്ടത്തിൻ്റെ അവസാനം അദ്ദേഹം എത്തിച്ചേരുന്നത് പഠിക്കാൻ മിടുക്കനായി മാറുകയും അദ്ദേഹം ഡൽഹിയിൽ പോയി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടുന്നു. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിലേക്ക് പോകുന്നു, ഫ്രാൻസിൽ ഉപരിപഠനം നേടുന്നു, ഫ്രാൻസിൽ വർഷങ്ങളോളം അദ്ദേഹം തുടരുന്നു. ഇപ്പോഴും ഫ്രാൻസിലെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില സർവകലാശാലകൾ അധ്യാപകനാണ്, മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. ഇങ്ങനെയൊക്കെ ജീവിതം ഒരു ഇരുണ്ട ജീവിതത്തിൻ്റെ, കേരളത്തിലെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പുതിയ ആധുനിക കേരളത്തിന് അത്രയൊന്നും അല്ലാത്ത ഒരു ദുരിത ജീവിതത്തിൻ്റെ ഉടമകളായിരുന്ന ഈ മനുഷ്യർ, ഈ മനുഷ്യനും അയാളുടെ ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബവും എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള കരളലയിക്കുന്ന കഥയാണ്. അതിനോടൊപ്പം തന്നെ പുതിയ പ്രതീക്ഷയും ഇച്ഛാശക്തിയും പകരുന്ന ഒരു പുതിയ പുസ്തകം കൂടിയാണ്. ഇതെല്ലാം കൊണ്ട് ബാബു എബ്രഹാം വാസ്തവത്തിൽ നമ്മുടെ ആധുനിക മലയാള സാഹിത്യ ലോകത്തെ ഒരു വലിയ അത്ഭുതമായി മാറി.